ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാൽ, അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് പ്രമോ കിട്ടാതെ നിങ്ങൾ നോക്കിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമുക്ക് പ്രമോ കിട്ടിയിട്ടില്ല. ചില ദിവസങ്ങളിൽ ഇപ്പൊ പ്രമോ കിട്ടുന്നതേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. നേരെ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മുടെ മനുശങ്കർ കൃഷ്ണമോളെ ഫോൺ വിളിക്കുന്നത്, കൃഷ്ണമോള് മനുശങ്കറിനെ ഫോൺ വിളിക്കുന്ന ഒരു സീനാണ് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. മോളെ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ അങ്ങ് ആറും. വേറൊരു വിഷയം സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ വാർത്താ ചാനലിന് കിട്ടുമ്പോഴത്തേക്കും അവർ ആ വിഷയം കൊണ്ടുവരും. ഇത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ ഓടത്തുള്ളൂ. അതിനിടയിൽ ഇവർക്ക് വേറെ വാർത്ത കിട്ടും. അത് ഉറപ്പായ കാര്യമാണ്. അതുവരെ ഇവരിട്ടിങ്ങനെ ബിരിയാണി വെക്കും, ഫ്രൈ ആക്കും, അങ്ങനെ പൊരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എങ്കിലും മനുവേട്ട, എനിക്ക് ഇനിയിപ്പം ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പറ്റും എന്നെ കൊണ്ട് അതിന്? അവരെല്ലാവരും കൂടെ പറയില്ലേ, ദേ രോഹിത്തേട്ടന്റെ പെങ്ങളാണ്, ഇതുപോലെ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച പയ്യന്റെ പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മൂക്കത്ത് കൈവച്ചെന്നെ കളിയാക്കില്ലേ? അതൊന്നും ഓർത്ത് മോളിരിക്കണ്ട. ദേ അങ്ങനെയൊക്കെ ഓർത്തിരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ നിങ്ങളുടെ ഭാവിയും കൂടെ അല്ലേ പോകത്തുള്ളൂ. അത് ചിലപ്പം ഉണ്ടായേക്കാം. ചെല്ലുന്ന 2 ദിവസങ്ങളിൽ മൂക്കത്ത് കൈവെക്കുന്നവര് കണ്ടേക്കാം. പക്ഷെ അത് മൈൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കില് മക്കളെ, നിങ്ങളുടെ ഭാവിയെ പോകത്തുള്ളൂ. അതുകൊണ്ട് അത് കാര്യമൊന്നും ആക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇനി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സ്കൂളിൽ പോയി തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ മനു പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അല്ല മനുവേട്ട, സ്കൂളിലൊക്കെ ചെല്ലുമ്പം എല്ലാവരും നമ്മളെ നോക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കില്ലേ? അപ്പം എനിക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഇരുന്ന് ക്ലാസ് കേൾക്കാൻ പറ്റുമോ? ഇല്ല മനുവേട്ട, ഞാൻ പോകുന്നില്ല. ഞാൻ പഠിത്തം നിർത്താൻ പോവാ. ഇതുവരെ പഠിച്ചതൊക്കെ മതി. എനിക്കാണെങ്കിൽ രോഹിത്തേട്ടനെ കുറിച്ചിട്ട് സമാധാനവും കിട്ടുന്നില്ല. ജയിലില് ഫുഡ് എങ്ങനെയായിരിക്കും? ജയിലില് രോഹിത്തേട്ടന് ഉറങ്ങാൻ പറ്റുമോ? അതുമല്ല രോഹിത്തേട്ടൻ എങ്ങനെ ജയിലിൽ കഴിയും? എല്ലാം ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ നീ ഇപ്പൊ അതൊന്നും ആലോചിക്കരുത് കൃഷ്ണമോളെ. ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നീ ഇപ്പം നിന്റെ അച്ഛന് താങ്ങും തണലും ഒക്കെ ആകേണ്ട ഒരു സമയമാണ്. ബാലചന്ദ്രൻ ഞങ്ങളുടെ കാര്യം അറിയാലോ. നീയും കൂടെ ഒക്കെ ഇങ്ങനെ തകർന്നു പോയി കോളേജിൽ പോകാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ മാറും, സീൻ മാറും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീയും അലീനയെ പോലെ സ്മാർട്ടാണ്. നീ അലീന ചേച്ചിനെ കണ്ട് പഠിക്കത്തില്ലേ? അലീന ചേച്ചിയെ പോലെ സ്മാർട്ടാണ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാം, അലീന ചേച്ചി നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ മോള് വിഷമിക്കരുത്. 2 ദിവസത്തിനുള്ളിൽ സ്കൂളിൽ പോയി തുടങ്ങണം. പിന്നെ ബബിത അവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബബിതേച്ചി ഇവിടെ ഉണ്ട്, ഉള്ളതും ഇല്ലാത്തതും കണക്കാണല്ലോ. ആ റൂമിൽ നിന്നൊന്നും വെളിയിൽ ഇറങ്ങാറില്ല. പിന്നെ ഇന്ന് ഗോവർദ്ധനങ്ങളും ആന്റിയും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് അലീന ചേച്ചിനെ കുറേ ചീത്ത പറഞ്ഞു. അലീന ചേച്ചി കാരണമാണത്രേ ഇവിടെ ഇതൊക്കെ സംഭവിച്ചത്. അവര് കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും കേട്ട് മൈൻഡ് ആക്കാൻ നിന്നില്ല. അലീന ചേച്ചി മൈൻഡ് ആക്കാൻ നിന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അലീന മൈൻഡ് ആക്കാൻ നിന്നില്ലല്ലോ. ഇതൊന്നും കേട്ട് മോള് മൈൻഡ് ആക്കാൻ നിൽക്കണ്ട. മോളുടെ ഭാവി അത് മോൾ ഓർക്കണം. മോളുടെ പഠിത്തം അതൊക്കെ ഓർത്തിട്ട് വേണം മോൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഇങ്ങനെയൊക്കെ മിക്ക കുടുംബങ്ങളിൽ സംഭവിക്കുന്നേ. അതൊക്കെ നമ്മൾ പതുക്കെ അങ്ങ് മറക്കുക ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ കൃഷ്ണമോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ അലീന വന്നിട്ട് എന്താ കൃഷ്ണമോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ മനുവേട്ടനെ വിളിച്ചായിരുന്നു, മനുവേട്ടനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും മനുവേട്ടൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും മോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത് കേട്ടോ. ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി. ഏതായാലും അവരെ ജയിലിലേക്ക് കൊണ്ടുപോയല്ലോ, അവർക്ക് അവിടെ ഫുഡ് കിട്ടും, ആവശ്യത്തിന് ആഹാരമൊക്കെ ഉണ്ട്. അവർക്ക് ആഹാരമൊന്നും കിട്ടാതിരിക്കില്ല. പിന്നെ തെറ്റ് ചെയ്തവർ അനുഭവിക്കേണ്ട ശിക്ഷ. അപ്പൊ സമയക്രമത്തിന് ഫുഡ് കിട്ടാതിരിക്കും ജയിലിൽ. അങ്ങനെയൊക്കെ ചിലപ്പോൾ സമയത്തിന് ഫുഡ് കിട്ടാതിരിക്കും. അതുപോലെ തന്നെ ചിലപ്പം ഉറങ്ങുന്നത് ആ ഒരു സമയക്രമമൊക്കെ തെറ്റിയായിരിക്കും. അതുപോലെ അവിടെ ജോലിയുണ്ട്. അത് വേറൊന്നിനും അല്ല, അത് അവരുടെ ശിക്ഷയാണ്. അതാ അവിടുത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതാ. അല്ലാതെ പിന്നെ ജയിലിൽ കൊണ്ടിട്ട് 3 നേരവും മൂക്കറ്റവും തിന്നാനും കൊടുത്ത് ഉറങ്ങാനും ഉള്ള സൗകര്യമൊക്കെ കൊടുത്ത് ബെഡും മെത്ത AC റൂം ഒക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഒരു ശിക്ഷ അനുഭവിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നിന്റെ ഏട്ടൻ വരും. നീ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇരിക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛന്റെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാത്രമേ അച്ഛന് താങ്ങായിട്ടും തണലായിട്ടൊക്കെ ഉള്ളൂ. അങ്ങനെ കൃഷ്ണമോളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു ശേഷം കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവർദ്ധനൻ നേരെ ചെല്ലുന്നത് ബാലചന്ദ്രന്റെ അടുത്തേക്കാണ്. അങ്ങനെ ഗോവർദ്ധൻ മാത്രമല്ല, ഗോവർദ്ധന്റെ ഭാര്യ ഉണ്ട്, അതായത് നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളും ഉണ്ട്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയുണ്ട് അവർക്ക്? അലീനയും ബബിതയും കൃഷ്ണമോളൊക്കെ എന്തെടുക്കുന്നെന്ന് ചോദിച്ചപ്പം അവർക്ക് പ്രശ്നമൊന്നുമില്ല, അലീന അവിടെ ഉണ്ടല്ലോ. അതിന്റെ എല്ലാ രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അലീന ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയില്ല. അലീന അടുക്കും ചിട്ടയിലും നല്ല രീതിയിലും തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം
അതാണ് ഗോവർദ്ധന എന്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അവളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ കാര്യം അധോഗതിയായേനെ, ഞാൻ ചിലപ്പോൾ തകർന്നു പോയേനെ. അവളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളും പറഞ്ഞു, അത് ശരിയാ, ഇപ്പോഴും ചേച്ചിക്ക് ഒരേ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ, അവളെ വീട്ടിൽ നിന്നും വെളിയിലാക്കണം, അവളെ പുറത്ത് കളയണം എന്ന് തന്നെയാണ് എപ്പോഴും ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞപ്പം പല കാര്യങ്ങളും അവക്കറിയില്ലല്ലോ. അവക്കറിയായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അവക്കറിയായിരുന്നുവെങ്കിൽ ഒരിക്കലും അലീനെ ഇങ്ങനെ അവള് കാണില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണമെന്ന്. പക്ഷെ ഗോവർദ്ധനോടോ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളോടോ ബാലചന്ദ്രൻ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, ഒന്നുമില്ല, ഞാനങ്ങ് പറഞ്ഞതാ, ഏതായാലും കാലം തെളിയിക്കാത്ത ഇതൊന്നും ഇല്ലല്ലോ, എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും കാലം അത് തെളിയിക്കും. അപ്പൊ അത് ഉറപ്പായ കാര്യം തന്നെയാണ്. അല്ല, അവരുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവന്മാരെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അലീനയും പറയുന്നത് കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണെന്ന് പറഞ്ഞപ്പോ എന്നോടും അലീന വന്നപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. നമ്മളും അവരുടെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കണമല്ലോ. നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുമായിരുന്നോ? ഇതിപ്പം ആ കൊച്ചിന്റെ കരിയർ, ആ കൊച്ചിന്റെ ഭാവി, അതെല്ലാം ജീവിതം അതെല്ലാം പോയില്ലേ ഒരു നിമിഷ നേരം കൊണ്ട്. ഇപ്പം എല്ലാവരും ആ പെങ്കൊച്ചിനെ ഏത് കണ്ണിലാ കാണുന്നതെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിന് ഒരു ജീവിതം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം. അതും ഡയറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്താന്ന് ഒരിക്കലും അറിയരുത്. അതിന്റെ ജീവിതം തകർന്നു പോകാൻ പാടില്ല. അതിന് വേണ്ടത് എന്തൊക്കെയാണോ, പഠിപ്പോ വിദ്യാഭ്യാസമൊക്കെ വേണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അതിനൊരു ജോലിയാ വേണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അതിനൊരു വിവാഹമാ വേണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനെ സുരക്ഷിതമാക്കണം. ഏതായാലും നമ്മുടെ മക്കളും കൂടെ ചേർന്നല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഏതായാലും അത് വേണം എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കമലയാണ്. അപ്പം മനു വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും കമല ഇങ്ങനെ നടുവിനൊക്കെ കൈകുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മനുവിനോട് ചോദിച്ചു, ഓ നിനക്ക് ഇപ്പൊ സമാധാനമായി കാണുമല്ലോ, എന്താ വാർത്ത അറിഞ്ഞിട്ട് കയറി വന്നതായിരിക്കും, എന്റെ മകൻ ജയിലിൽ പോയപ്പോ നിനക്ക് സമാധാനമായോടാ? നീയാണല്ലോ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ദിവസം ഇവിടെ കിടന്ന് പ്രസംഗിച്ചോണ്ടിരുന്നത്. ഇപ്പം നീ പറഞ്ഞതുപോലെ തന്നെ അവൻ ജയിലിൽ പോയി. നിന്റെ അലീന രക്ഷപ്പെട്ടല്ലോ, അവള് വെളിയിലുണ്ടല്ലോ. ഈ സ്ഥാനത്ത് നിന്റെ അലീന ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നീ പുറകെ പോകത്തില്ലായിരുന്നെന്ന് ചോദിച്ചപ്പം ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ, അവിടെ നിന്ന് ഒരു പരിധി തീർത്ത് ഞാൻ കേട്ടാ വന്നത്. ഇതേ വാക്ക് തന്നെ, ഇതേ സംസാരം തന്നെ. എന്താ രണ്ടുപേരും കൂടെ ഒത്തോണ്ടാണോ? അപ്പൊ നീ വൈജനെ കാണാൻ പോയല്ലേ? അപ്പൊ മനസ്സിലായല്ലേ? അവിടെ നിന്നും ഇത് തന്നെ എനിക്ക് കിട്ടിയത്. അതാ ഞാൻ ചോദിച്ചത്, രണ്ടുപേരും ഒത്തോണ്ടാണോ എന്ന്. അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലീന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലീന അനുഭവിക്കും, അതുപോലെ അവന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്മാർ അനുഭവിക്കും. അല്ലാതെ ഞാൻ അതിന്റെ പുറകെ കടിച്ചു തൂങ്ങേണ്ട കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞല്ലോ. എനിക്ക് സമാധാനക്കേടോ സമാധാനം കൂടുതലോ ഒന്നുമില്ല. ഞാൻ എങ്ങനെയൊക്കെ ഇങ്ങ് ജീവിച്ചു പൊക്കോട്ടെ. എനിക്ക് 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ജോലിക്ക് പോകണം. എനിക്ക് ജോലിക്ക് പോയാലേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. വേറെ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അവനെ പോലെ ഞാൻ അച്ഛൻ ഉണ്ടാക്കുന്ന പണവും തിന്ന് പെണ്ണും പിടിച്ച് കള്ളും കുടിച്ച് നടക്കുകയല്ല എന്റെ പരിപാടി. എനിക്ക് എന്റെ ജോലിയുണ്ട്, കരിയർ ഉണ്ട്, അതൊക്കെ എനിക്ക് നോക്കണം. അതുകൊണ്ട് അമ്മ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞപ്പം അല്ല വൈജയുടെ അടുത്ത് പോയിട്ട് അവൾ എന്ത് പറഞ്ഞു? അവള് ഹരിനെ കുറിച്ച് കുറെ കുറ്റം നിന്നോട് പറഞ്ഞു തന്നു കാണുമല്ലോ. ഹരി ആയിരിക്കും രോഹിത്തിനെ കൊണ്ടുപോയി നശിപ്പിച്ചത്, ഇല്ലാതാക്കിയതെന്നൊക്കെ. അല്ല, അങ്ങനെ പറഞ്ഞതില് എന്താ തെറ്റിയിരിക്കുന്നത് അമ്മേ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഹരിയെ കൊണ്ടുപോയി നശിപ്പിച്ചതും ഹരിയെ കൊണ്ടുപോയി ഈ വിധമാക്കിയതും, അല്ല സോറി ഹരി അല്ല കേട്ടോ, രോഹിത്തിനെ കൊണ്ടുപോയി ഈ വിധമാക്കിയതും ഹരി തന്നെയാ. അതിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാ. അറിയാലോ, ആ ഹരീനെയും കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഹലീനയുടെ പുറകെ അന്ന് പോയത്. എന്നിട്ട് അന്ന് എന്താ സംഭവിച്ചത്? അന്ന് അവള് കാരണം രക്ഷപ്പെട്ടു. ഇത് കേട്ട് ഞാൻ മടുത്തു. അവള് കാരണം രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവള് കൈയും കാലും കാണിച്ച് എന്റെ പിള്ളാരെ മയക്കി എടുത്തതും പോരാഞ്ഞിട്ട് അവള് ഏതാണ്ട് ചെയ്തു തന്നു, എന്താണ്ടോ ഉപകാരം ചെയ്തു തന്നു എന്നാണല്ലോ നീ പറയുന്നത്. എന്ത് ഉപകാരം അവള് ചെയ്തു തന്നിട്ടുള്ളത്? ഈ വീട്ടിൽ അവള് കാലെടുത്ത് കുത്തി, അന്ന് തുടങ്ങിയില്ലേ ഈ വീട്ടിന്റെ നാശം. അതുപോലെ ആ വീട്ടിൽ അവള് കാലെടുത്ത് കുത്തി, അന്ന് തുടങ്ങിയില്ലേ ബാലചന്ദ്രനും വൈജയും തമ്മിലുള്ള യുദ്ധം. ഇതല്ലാതെ എന്താടാ അവളെ കൊണ്ടുണ്ടായ ഉപകാരം? ഞങ്ങൾക്കൊന്നും ഉപകാരം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പൊ നിനക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ നാണോ ഇല്ല അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്? എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞ് നമ്മുടെ കമലേനെ മാറ്റിയിട്ട് നേരെ കയറി പോവുകയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു. അവനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ കാര്യങ്ങളൊക്കെ? പുറത്തെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ,
രോഹിത്തിനും ഹരിക്കും എന്താ സംഭവിച്ചത്, അവരെവിടെയുള്ളത്, അവർക്ക് ജാമ്യം കിട്ടിയോ, അവരിങ്ങോട്ടങ്ങനെ വരുവോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിയോട് മനു പറഞ്ഞു, വേറൊന്നും ഇപ്പൊ മുത്തശ്ശി വിചാരിക്കണ്ട, വേറൊന്നും ഇപ്പൊ മുത്തശ്ശി കരുതണ്ട, മുത്തശ്ശി ഇപ്പം പ്രായമൊക്കെ ആയിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് മുത്തശ്ശി ആഹാരമൊക്കെ കഴിച്ച് പുറത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ തിരക്കാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റി, അത്രയും മോശമായ കാര്യങ്ങളാണോ പുറത്ത് സംഭവിക്കുന്നത്? പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ മുത്തശ്ശീനെ അറിയിക്കാനായിട്ട് കൊള്ളില്ല. അല്ല, രോഹിത്തും ഹരിയും അപ്പൊ ഇപ്പോഴൊന്നും വരില്ലേ? അവരുടെ കേസ് കെട്ടൊന്നും തീർന്നില്ലേ? മുത്തശ്ശി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതല്ലറ ചില്ലറ കേസ് കെട്ടൊന്നും അല്ല മുത്തശ്ശി. പണ്ട് അലീനയെ അവര് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അറിഞ്ഞതല്ലേ മുത്തശ്ശി? അന്ന് അവരെ രക്ഷപ്പെടുത്തി. അന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരെ രക്ഷപ്പെടുത്തണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ പെങ്കൊച്ചിന്റെ വീട്ടുകാരും രംഗത്തിറങ്ങിയത് കൊണ്ട്, ആ പെങ്കൊച്ചിനെല്ലാം തുറന്നു പറയാനുള്ളൊരു മനസ്സുണ്ടായത് കൊണ്ടല്ലേ ഇവന്മാര് കുടുങ്ങിയത്. ഇല്ലായിരുന്നെങ്കിൽ എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതമായിരിക്കും ഹരിയും രോഹിത്തും അവന്മാരൊക്കെ കൂടി തകർത്ത് കളയുന്നത്, തരിപ്പണമാക്കുന്നത്. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മൾ സഹിക്കില്ലല്ലോ എന്ന് തന്നെയാ എല്ലാവരും പറയുന്നത്. അതൊന്നും നമ്മളും ചിന്തിച്ചു നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പം, അല്ല മോനെ, എനിക്ക് വേറൊന്നും അറിയണ്ട. അപ്പൊ രോഹിത്തും ഹരിയും ഇനിയുള്ള ശിഷ്ടകാലം ജയിലിൽ കിടക്കുന്നാണോ പറയുന്നത്? ജയിലിൽ കിടന്നേക്കാം, കിടക്കാതിരിക്കാം. പിന്നെ ദേ മുത്തശ്ശിയുടെ മക്കള് നെട്ടോട്ടോ ഓടുന്നുണ്ട്. എന്തെങ്കിലും തീരുമാനം ചിലപ്പം കണ്ടെത്തുമായിരിക്കും. ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് ചിലപ്പം ജാമ്യം കിട്ടുമായിരിക്കാം. എങ്കിലും കൂടിപ്പോയ 1, 2, 3 മാസം എങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഉറപ്പായ കാര്യമാണ്. അയ്യോ, ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാല് മോനെ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ജയിലിൽ പോവുക, അതും അവനൊക്കെ എത്ര വയസ്സായിട്ടുണ്ട്? 10-21 വയസ്സ് പിള്ളേരല്ലേ? അവരുടെയൊക്കെ ഭാവി എന്താകും? അതൊക്കെ അവന്മാര് ചിന്തിച്ചില്ലല്ലോ അമ്മേ. അവന്മാരും ചിന്തിച്ചില്ല, അവന്മാരുടെ തള്ളമാരും ചിന്തിച്ചില്ല, തന്തമാരും ചിന്തിച്ചില്ല. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. മുത്തശ്ശി ഇതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവന്മാര് വരുവോ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം അത് നശിച്ചു. ഇനി അടുത്ത ഓരോരോ പെങ്കൊച്ചിന്റെ ജീവിതം നശിക്കാതിരുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അങ്ങനെ മാത്രം കരുതി ആശ്വസിക്ക്, പ്രാർത്ഥിക്ക്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മനു അവിടെ നിന്ന് ഇറങ്ങി പോവുക. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കാനോട്ടോ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയില്. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവനും രാജീവനും ഒക്കെ നെട്ടോട്ടോ ഓടുകയാണ്. അവിടെയും ഇവിടെയും ഒക്കെ കയറി ഇറങ്ങുന്നു. അവർ വല്ലതും കഴിച്ചോ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എങ്ങനെയെങ്കിലും 2 തല്ല് കിട്ടുന്നത് ഒഴിവാക്കാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ആ രീതിയിൽ പൈസ കൊടുക്കാം, ഈ രീതിയിൽ പൈസ കൊടുക്കാം എന്നൊക്കെ ഓർത്ത് ഏതോ മന്ത്രികളെയോ ഏതോ ഉദ്യോഗസ്ഥരെയോ രാഷ്ട്രീയക്കാരെയോ ഒക്കെ കാണാൻ വേണ്ടി കയറി ഇറങ്ങുന്നുണ്ട്. അവിടെ ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കുന്നില്ല. എല്ലാവരും നിൽക്കുന്നത് ശരണ്യയുടെ പക്ഷം തന്നെയാണ്. ഒരിക്കലും ഈ നാറിയ കേസിൽ ആരും തലയിടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജീവനും ഈ പറയുന്ന നമ്മുടെ ശിവശങ്കര മേനോനും തിരിച്ച് വീട്ടിൽ എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ ശിവൻ ഒരു ഇരിപ്പുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണല്ലോ, നമ്മുടെ രോഹിത്തിന്റെ അല്ല ഹരിയുടെ അച്ഛനാണല്ലോ. അപ്പം മകൻ ഇങ്ങനെ ഉണ്ടായതിൽ സംഭവിച്ചതിൽ ഒരുപാട് സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു. കമല വന്ന് സംസാരിക്കുന്നു. വീണ്ടും കമലയോട് എന്ത് പറയാനാണ്? കമലയും ഒരു അമ്മയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ദുഷ്ട സ്ത്രീയൊക്കെ ആണെങ്കിലും ഒരു അമ്മയാണല്ലോ. ഒരിക്കലും ആർക്കും അത് അംഗീകരിക്കാനാവില്ല സ്വന്തം മക്കള് ജയിലിൽ പോകുന്നത്. അപ്പൊ ഏതായാലും ഇത്രയും ഭാഗമൊക്കെ കാണിച്ചിട്ടൊക്കെ തന്നെയാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണല്ലോ കഥ എന്ന്. നേരത്തെ ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ നാളത്തെ വിശേഷം ജിൽജിൽ ചിന്നുവിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളത്തെ വിശേഷം ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ വിശേഷവും നമ്മൾ ചെമ്പനീർ പൂവിന്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുൾ വിശേഷം, അലീനയുടെ ഫുൾ വിശേഷം നമ്മൾ എന്നും രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫുൾ വിശേഷം നമുക്ക് ഡിലേ ആണെങ്കിലും നമ്മൾ അപ്കമിങ് വിശേഷമാണ് കേട്ടോ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത്. ഡിലേ ആകുന്ന ദിവസങ്ങളിൽ അപ്കമിങ് വിശേഷവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങ് എത്താറായി. നമ്മുടെ അലീന രോഹിത്തിന് വേണ്ടി പടപൊരുതാൻ പോവുകയാണ്. നിരപരാധിയാണെന്ന് അറിയുമ്പോൾ അതൊക്കെ ഉടനെ തന്നെ കാണിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.